നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് കാരണം ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനിടയായി. ഞാൻ ഇതുപോലെയുള്ള മോട്ടിവേഷൻ വീഡിയോ ഇടുന്നതും ഒന്നും അവർക്കോ അല്ലെങ്കിൽ എന്നോട് ബന്ധമുള്ള ആർക്കും തന്നെ അറിയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്കും അറിയില്ല ഞാൻ ആരാണ് എന്ന്. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരണയായ കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ കൂടി ഞാൻ മറികടന്നു വന്ന അവസ്ഥകൾ ഇപ്പോൾ എനിക്ക് ഓർത്താൽ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും അത് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നു. ഒന്ന് വിഷമങ്ങൾ പറഞ്ഞ് ആശ്വാസം കണ്ടെത്താനോ ആരുമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന എത്ര പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. ആരുമില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കി, എൻ്റെ ഉള്ളിലെ ശക്തി മനസ്സിലാക്കി എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയാത്തത് അവരുടെ തെറ്റല്ല, കാരണം അവർ ആ സാഹചര്യം ഇതുവരെ നേരിട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സുഹൃത്ത് എന്നെ കാണാനിടയായി. കുറേ വർഷത്തെ പരിചയമുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നത് വളരെ കുറവാണ്. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, എടാ, എന്താണെന്നറിയില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരുടെ മനസ്സിലാക്കുന്നു, അവരുടെ വേദനയിൽ പങ്കാളിയാവുന്നു. ഞാൻ എത്ര പാവമാണെന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ കാര്യങ്ങൾ പോലും എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നവർ തന്നെ പലരും അറിഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു. ഇതെന്നെ മാനസികമായി ആകെ തളർത്തുന്നു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഇതുപോലെയുള്ളവർ ആയിരിക്കാം. എല്ലാവരും നന്നാവണം, എല്ലാവരും സന്തോഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നതോ എന്നും അവഗണനയും വേദനയും. ശരിയല്ലേ? എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന എൻ്റെ ഈ സുഹൃത്തുക്കളോടും അതുപോലെ എന്നെ കാണാൻ വന്ന എൻ്റെ സുഹൃത്തിനോടും പറഞ്ഞത് ഞാൻ ഒരേ കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയായി? ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം? എന്തുകൊണ്ടാണ് പാവങ്ങൾക്കും ദയുള്ളവർക്കും വിഷമങ്ങൾ ഉണ്ടാകുന്നത്? 5-6 പോയിന്റുകളാക്കിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, അമിതമായ പ്രതീക്ഷകൾ. നിങ്ങൾ മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ അവരും തിരിച്ചതുപോലെ പെരുമാറുമെന്ന് നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നു. അത് നടക്കാതെ വരുമ്പോൾ വിഷമം അനുഭവപ്പെടുന്നു. അതിരുകളില്ലാത്തത്. നിങ്ങൾ പാവമായതുകൊണ്ട് പലരും നിങ്ങളുടെ സമയത്തെയും മനസ്സിനെയും ചൂഷണം ചെയ്തേക്കാം. നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ മടിക്കുന്നത് നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. സ്വയം മറന്നുള്ള സേവനം. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി മാത്രം ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും സന്തോഷങ്ങളും അവഗണിക്കപ്പെടുന്നു. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടാക്കുന്നു നിങ്ങളിൽ. ചാണക്യൻ പറഞ്ഞതുപോലെ, കാട്ടിലെ നേരായ മരങ്ങൾ, അതായത് നേരെ പോകുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. വളഞ്ഞു പൊളഞ്ഞു പോകുന്ന മരങ്ങൾക്ക് പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരെ പോകുന്ന മരങ്ങളെയാണ് പെട്ടെന്ന് മുറിക്കുവാൻ ആളുകൾ എത്തുക. അതുപോലെ അമിതമായ നിഷ്കളങ്കത ലോകം ഒരു ബലഹീനതയായി കണ്ടേക്കാം. ഇനി നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം. ഒന്നാമത്തെ കാര്യം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക. നിങ്ങൾ ദയ കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ അതേ സ്വഭാവം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വാശി പിടിക്കുന്നത് അത് തെറ്റ് തന്നെയല്ലേ? അങ്ങനെ ചിന്തിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ നിരാശ കുറയും.
രണ്ടാമതായി നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ട് ആരെയും സഹായിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് നോ പറയാൻ ശീലിക്കുക. നിങ്ങളോട് ഒരു സുഹൃത്ത് എടാ അവിടെ പോകണം, ഇത്ര മണിക്ക് നീ അവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടും നിങ്ങൾ പണ്ടെത്തുമായിരിക്കും. പക്ഷേ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വേണം നിങ്ങൾ അവരെ സമീപിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കാൻ പാടില്ല. നിങ്ങൾ ലഭ്യമല്ലാതെ ആവുക. നിങ്ങളെ അവഗണിക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ അവൈലബിൾ ആവാതിരിക്കുക. കാരണം ഏതെങ്കിലും കാര്യത്തിന് അവർ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ അത് മറന്ന് ഉടനെ വീണ്ടും അവർക്ക് ലഭ്യമാകുന്നിരിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് വെറുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം. ഒപ്പം വീണ്ടും നിങ്ങൾ ലഭ്യമല്ലാതെ ഇരിക്കുക. എത്ര വേദനിപ്പിച്ചാലും ചിലർ വീണ്ടും വീണ്ടും അവരുടെ കൂടെ തന്നെ പോകും. അത് അവരിൽ നിങ്ങളോടുള്ള സ്നേഹം കൂട്ടുകയല്ല ചെയ്യുക. പകരം നിങ്ങളിൽ പേഴ്സണാലിറ്റി ഇല്ല എന്ന് അവർ മനസ്സിലാക്കി അത് അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. നാലാമതായി പറയാനുള്ളത് നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന അതേ പരിഗണന നിങ്ങൾക്കും നൽകുക. നിങ്ങളുടെ സന്തോഷത്തിനായും ആരോഗ്യത്തിനായും നിങ്ങൾ സമയം മാറ്റിവെക്കുക. വിഷമങ്ങൾ വരുമ്പോൾ തളരാതെ അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി മുന്നോട്ട് നീങ്ങുക. അഞ്ചാമതായി ഒറ്റയ്ക്ക് നടക്കാൻ ശീലിക്കുക. നിങ്ങൾ സ്വയം സ്നേഹിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ തനിച്ചായേക്കാം. അപ്പോഴും ജീവിക്കാൻ പ്രതീക്ഷകൾ വയ്ക്കുക. ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവുക, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക. അങ്ങനെ ഏറ്റവും അവസാനമായി പറയാനുള്ളത് ബുദ്ധിയുള്ളവനായി ഇരിക്കുക എന്നതാണ്. ആരെ വിശ്വസിക്കണം, ആർക്ക് വേണ്ടി സമയം ചെലവാക്കണമെന്ന് സ്വയം തിരിച്ചറിയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ബായ്.